ഭക്ഷണിക്കാലത്ത് ലൈറ്റൊന്നുമില്ല ഇന്നത്തെ മാതിരി. അന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഒരിക്കൽ ഞാൻ പറഞ്ഞ പോലെ മാവിൻ കൊമ്പത്ത് എന്ന് കേൾക്കുന്ന പാട്ടിൻ്റെ മധു കൊത്തിയിട്ട് ഞാൻ വീട്ടിൽ അമ്മയുടെ മടി കിടക്കും. രാത്രി ഭക്ഷണം തരാനുണ്ടാവില്ല. ഞാനതെൻ്റെ ഷഡ്ജം എന്ന പുസ്തകത്തിൽ ആദ്യത്തെ കവിതാ സമാഹാരത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് അത്താഴമായ അക്ഷരം വിളമ്പിയത് അമ്മ എന്ന്. അത്താഴം തരാനില്ലാത്തതുകൊണ്ട് അക്ഷരം പറഞ്ഞു തരുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഭക്ഷണം. അപ്പം അമ്മയോട് ചോദിക്കും ഞാൻ, എന്തിനാണീ കൈ, ഞാൻ കേട്ട പാട്ടാണെന്ന് സന്ധ്യയ്ക്ക്, എന്തിനാണീ ജയിലുകൾ എൻ്റെ നാട്ടിൽ എനിക്കു ചുറ്റും, എന്തിനീരുംവഴികൾ. അപ്പോഴാണ് ഉള്ളവരും ഇല്ലാത്തവരും ഈ ലോകത്തിലുണ്ട് എന്നെ പഠിപ്പിച്ചു തന്നു. ഉള്ളവർക്ക് ഒരുപാടുണ്ട്, ഇല്ലാത്തവർക്കൊന്നുമില്ല. അത്താഴമായ അക്ഷരം വിളമ്പിത്തന്ന അമ്മ ആണ് എന്നോട് പറഞ്ഞത്, കേട്ടിട്ടുണ്ടോ? സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. സഖാവ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുന്നവൻ എന്നുള്ള വ്യാഖ്യാനം കൂടിയുണ്ടതിന്. കൂട്ടുകാരനപ്പുറത്ത് സങ്കടപ്പെടുന്നവൻ, അവനോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞ ഒരു സ്നേഹം, ഒരു വാത്സല്യം, ഒരു കരുത്ത്, ഒരു വീറ്. എൻ്റെ വഴികളിലെപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോഴും ഞാൻ ആരുടെയും ഔദാര്യം പറ്റാറില്ല. എനിക്ക് തോന്നുന്ന വഴി, എൻ്റെ ഹൃദയം ചൂണ്ടിക്കാട്ടുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ചിലപ്പം വലിയ ഉന്നത സ്ഥാനങ്ങളിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല. എന്നാലും എനിക്ക് രണ്ടാമത്തെ തവണ സംസ്ഥാന അവാർഡ് തരുമ്പോൾ സഖാവ് ഇ കെ നായനാർ പറഞ്ഞു, പാർട്ടിയുടെ ഒരന്തരീക്ഷത്തിൽ നിന്നാണ് വന്നതെന്ന് എന്നോട് ആരോ പറഞ്ഞു. കോഴിക്കോട്ട് ലക്ഷക്കണക്കിന് ആളുകൾ സാക്ഷി നിൽക്കെ എനിക്ക് രണ്ടാമത്തെ അവാർഡ് തരുമ്പോൾ, 6 തവണ സ്റ്റേറ്റ് അവാർഡ് നല്ല പാട്ടെഴുത്തുകാരന് കിട്ടിയിട്ടുണ്ട്. അത് എൻ്റെ പാട്ടിനെക്കുറിച്ചൊന്നും ഇവിടെ സംസാരിക്കുന്നതല്ല, അതൊക്കെ ആരെങ്കിലും പിന്നീട് സംസാരിക്കുന്നെങ്കിലാവട്ടെ. പക്ഷേ ഒരു ചുവന്ന പുഷ്പം എൻ്റെ ഹൃദയത്തോടൊപ്പം ഞാൻ കൊണ്ടു കിടക്കാൻ കാരണം വേദനയും വീര്യവും വിപ്ലവവും എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു കുട്ടിക്കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് പാർട്ടിയുടെ യോഗങ്ങളിൽ ഒരു കുഞ്ഞി ട്രൗസറും ഇട്ടിട്ട് ബട്ടണില്ലാത്ത ഷർട്ടുമായി ഞാൻ പാടുമായിരുന്നു. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മരിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. അത് വയലാറിൻ്റെ പാട്ടായിരുന്നു. അപ്പം വിപ്ലവത്തിലും സന്ധ്യയ്ക്കുള്ള ഭക്തിയിലും പ്രഭാതത്തിലുള്ള ധ്യാനത്തിലും ഉച്ചയ്ക്കുള്ള കണ്ണീരിലും സായാഹ്നത്തിലുള്ള കഞ്ഞിയിലും വയലാറിൻ്റെ ഉപ്പുണ്ടായിരുന്നു എനിക്ക്. ഈ ലാവണ്യം, ഈ സ്നേഹം, ഈ ചുവപ്പ്. പിന്നീട് ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി ഞാൻ. ഒരു പ്രസ്ഥാനത്തിൻ്റെ പുത്തഞ്ചേരിയിലെ സംഘാടകനായിരുന്നു ഞാൻ. അന്നും എനിക്കറിയാം, പാവപ്പെട്ടവൻ്റെ കൂട്ടായ്മയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാവപ്പെട്ടവൻ്റെ മാത്രം.